ഈ വാക്യങ്ങളുടെ തഫ്സീറുകൾ ഓൺലൈനിൽ ലഭ്യമാണ്, എടുത്ത് വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതെൻ്റെ വ്യാഖ്യാനമൊന്നുമല്ല. സൂറ 2 വാക്യം 22. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പായും ആകാശത്തെ ഒരു മേൽപ്പുരയായും സംവിധാനിച്ചവൻ. ഇനി സൂറ 88 വാക്യം 20. ഭൂമിയെ എങ്ങനെയാണ് പരത്തി വച്ചിരിക്കുന്നത് എന്ന് അവർ നോക്കുന്നില്ലേ. സൂറ 13 3 വാക്യം. അവനത്രേ ഭൂമിയെ പരത്തുകയും അതിൽ ഉറപ്പുള്ള പർവ്വതങ്ങളും നദികളും ഉണ്ടാക്കുകയും ചെയ്തവൻ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സൂറ അന്നാസിയത്ത് 79 30. അതിനുശേഷം അവൻ ഭൂമിയെ പരത്തി, ദഹാഹ. ഇവിടെയൊക്കെ ഭൂമി ഒരു വിരിപ്പ് അല്ലെങ്കിൽ ബെഡ് പോലെയൊക്കെ പായ പോലെയൊക്കെ വിരിച്ചിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരു വിവരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഗോളത്തെ വിവരിക്കാനല്ല, മറിച്ച് നിരപ്പായ ഒരു പ്രതലത്തെ സൂചിപ്പിക്കാനാണ് ഈ പദപ്രയോഗങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം.